അങ്ങനെ ഇന്ന് അത്തമാണ്. ഓണക്കാലത്തിന്റെ വരവറിയിച്ച് ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്രയും ഇന്നാണ്. ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിലാണ് രാജനഗരി. രാവിലെ 9:30 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തൃപ്പൂണിത്തറയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇന്ന് അത്തമാണ്, അത്തച്ചമയമാണ്, അത്തച്ചമയ ഘോഷയാത്രയിലാണ് തൃപ്പൂണിത്തറ. നാടും നഗരവും എങ്ങും ഓണലഹരിയിലാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അമൃത പറഞ്ഞ പോലെ ഇനിയുള്ള ദിവസങ്ങൾ ഓണാഘോഷത്തിൻ്റെ ലഹരിയിൽ തന്നെയാണ്. ആ ഒരു വലിയ ആഘോഷ പകലുകളിലും രാവുകളിലും തന്നെയായിരിക്കും കേരളമാകെ. അതിനൊരു തുടക്കം കുറിച്ച് നടക്കുന്ന ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്തറ അത്തച്ചമയം എന്നത്. ആ അത്തച്ചമയത്തിനായി രാജനഗരി, തൃപ്പൂണിത്തറ രാജനഗരി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. 9:30 ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. മനോജ് കെ ജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രമുഖർ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യും. ഈ ഒരു തൃപ്പൂണിത്തറ, നമ്മളിപ്പോൾ നിൽക്കുന്ന തൃപ്പൂണിത്തറ ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് നിന്നാണ് അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുക. നിരവധി കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഉള്ള ഒരു അത്തച്ചമയ ഘോഷയാത്ര തന്നെയാണ് ഇത്തവണയും ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് അവധി ദിവസമാണ് എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു തിരക്ക് തന്നെയായിരിക്കും അത്തച്ചമയ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഉണ്ടാവുക. സാധാരണ നിലയിൽ മറ്റു ദിവസങ്ങളിലാണെങ്കിൽ പോലും വലിയ ഒരു ജനത്തിരക്ക് ഈ ഭാഗങ്ങളിലുണ്ടാകും. ഇത് അത്തച്ചമയം കടന്നു പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകും. 9:30 ഉദ്ഘാടനത്തിന് ശേഷം തമ്പതാകി ഉയർത്തി ഉദ്ഘാടനവും പൂർത്തിയായതിന് ശേഷം തൃപ്പൂണിത്തറ ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് നിന്ന് ആരംഭിക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര പിന്നീട് ബസ് സ്റ്റാൻഡ്, സ്റ്റാച്യു ജംഗ്ഷൻ വഴി കിഴക്കേക്കോട്ടയിലൂടെ കടന്ന് എസ്.എൻ. ജംഗ്ഷൻ, വടക്കേക്കോട്ട, തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രം വഴി തിരികെ വീണ്ടും സ്റ്റാച്യു വഴി ഈ ഒരു സ്ഥലത്ത് തന്നെ, അതായത് തൃപ്പൂണിത്തറ അത്തം നഗറായ തൃപ്പൂണിത്തറ ബോയ്സ് ഹൈസ്കൂൾ മൈതാനിയിൽ തന്നെ അവസാനിക്കുന്ന വിധമാണ് ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വലിയ ഒരു ആഘോഷത്തിൻ്റെ നിറവിൽ തന്നെയാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഉള്ളത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന കലാരൂപങ്ങളെല്ലാം ഇവിടെ ഈ ഒരു അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി ഉണ്ട്. മറ്റ് ക്രമീകരണങ്ങൾ, സ്റ്റേജ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഒപ്പം കൂടുതൽ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും എല്ലാം തന്നെ ഇത്തവണ ഉണ്ട് എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ അത്തച്ചമയ ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ നിശ്ചല ദൃശ്യങ്ങളുണ്ട്. സമകാലിക വിഷയങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യങ്ങളാണ് ഉള്ളത്. കൂടുതൽ കലാരൂപങ്ങളുണ്ട്. കേരളത്തിന് പുറത്തു നിന്നുള്ള കലാരൂപങ്ങൾ കൂടി ഈ ഒരു അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അങ്ങനെ രാജനഗരിയായ തൃപ്പൂണിത്തറയെ ആഘോഷത്തിൻ്റെ വലിയ ഒരു മണിക്കൂറുകളിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏതാണ്ട് 1 മണി വരെ നീളുന്ന ഈ അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത്. അത് കടന്നു പോകുന്ന വഴികളിലെല്ലാം ഒരു 8 മണിയോടുകൂടി ആളുകൾ എത്തിത്തുടങ്ങും. ഇരുവശങ്ങളിലും അത്തച്ചമയ ഘോഷയാത്ര കാണുന്നതിനുള്ള വലിയ തിരക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നാട് ഓണാഘോഷങ്ങളിലേക്ക് മാറുന്നു. തൃപ്പൂണിത്തറ അത്തച്ചമയ ആഘോഷങ്ങളുടെ ഒരു നിറവിലേക്ക് മാറുകയും ചെയ്യുന്നു. അമൃത, തീർച്ചയായും ജിജീഷ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര ഒരുക്കത്തിലാണ് നാടും നഗരവും. മാത്രമല്ല, അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തറയിൽ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 9:30 വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും.